കർത്താവ് ഈശോ മിശിഹായ്ക്ക് മഹത്വമുണ്ടാകട്ടെ. യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായിരുന്ന കുരിശെന്ന കഴിമരത്തെ തൊട്ടുമുത്താൻ ആരാധനയോടെ ആയിരങ്ങൾ അണയുന്ന ദിവസമാണ് ദുഃഖവെള്ളി. ജീവിതത്തിലെ സകല ദുഃഖങ്ങളും രോഗങ്ങളും സഹനങ്ങളും കുരിശിൽ ബലിയർപ്പിക്കാനുള്ള ആഗ്രഹമാണ് ദുഃഖവെള്ളിയാഴ്ചയെ വിശ്വാസികൾക്ക് പ്രിയതരമാക്കുന്നത്. ആണ്ടുവട്ടത്തിലെ മറ്റെല്ലാ ദിവസവും പുരോഹിതൻ ക്രിസ്തുവിന്റെ പകരക്കാരനായി കാൽവരിയിലെ ബലി അർപ്പിക്കുകയായിരുന്നു. എന്നാൽ ദുഃഖവെള്ളിയിൽ ഇപ്രകാരമുള്ള ദിവ്യബലി അർപ്പണമില്ല. പകരം ഓരോ വിശ്വാസിയും സ്വന്തം ജീവിതം കുരിശിൽ ബലിയർപ്പിക്കുന്ന ദിനമാണ് ദുഃഖവെള്ളി. ഈശോയുടെ കുരിശിലെ ബലിയോട് ചേർത്ത് ഓരോ വിശ്വാസിയും സ്വന്തം ജീവിതം ബലിയർപ്പിക്കുന്ന ദുഃഖവെള്ളിയാഴ്ച ഓരോ വിശ്വാസിയും കാർമികന്റെ പദവിയിലാണ്. മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ ഭീകരതയാണ് കുരിശിലെ സഹനത്തിന്റെ ഭയാനകത വെളിപ്പെടുത്തുന്നത്. ഈശോ കുരിശിൽ മരിക്കാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ നാം ഓരോരുത്തരെയും കാത്തിരുന്ന സഹനത്തിന്റെ നിസ്സഹായതയാണ് ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രഥമ ചിന്താവിഷയം. ദൈവപുത്രൻ പോലും ഗത്സമനിയിൽ തളർന്നു പോകാൻ മാത്രം ഭയാനകമാണ് പാപത്തിന്റെ യാഥാർത്ഥ്യം. അവിടുന്ന് ചോര വിയർത്ത് പ്രാർത്ഥിക്കാനും കുരിശിൽ നിലവിളിച്ച് കരയാനും കാരണമായത് പാപത്തിന്റെ ഭയാനകത മൂലമാണ്. രക്ഷാകര പദ്ധതിയിൽ ദൈവത്തോട് പോരാടുവാൻ സാത്താൻ ഉപകരണമാക്കിയത് പാപത്തിൽ വീണ മനുഷ്യരെയാണ്. മനുഷ്യ അവതാരം ചെയ്ത ദൈവപുത്രൻ തന്റെ കുരിശിലെ ബലിയിലൂടെ സാത്താനെ പരാജയപ്പെടുത്തുമെന്ന സൂചന പഴയ നിയമഗ്രന്ഥങ്ങളിലുണ്ട്. യേശുവിനെ ചൂണ്ടി സ്നാപകൻ പറയുന്നത് ഇപ്രകാരമാണ്: നോക്കുക, കണ്ടാലും പാപത്തിന്റെ ഭാരം നീക്കാനുള്ള ഏകമാർഗം ക്രിസ്തുവിനെ നോക്കുക എന്നതാണ്. കർത്താവിനെ നോക്കി സൗഖ്യം പ്രാപിക്കാൻ ഏശയ്യാ പ്രവാചകനും ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഏശയ്യാ 45:22 തിരുവചനം. ക്രിസ്തുവാകുന്ന കുഞ്ഞാട് പാപം നീക്കിക്കളയാൻ കഴിവുള്ളവനാണ്, അല്ലാതെ പാപം വഹിക്കാൻ മാത്രം കഴിവുള്ളവനല്ല. പാപം ഇല്ലാതാക്കാൻ കഠിന തപസ്സോ പ്രായശ്ചിത്തമോ അല്ല, ക്രിസ്തുവിലേക്ക് നോക്കുകയാണ് വേണ്ടത്. മരുഭൂമിയിലെ സർപ്പദംശനമേറ്റവർ പിത്തള സർപ്പത്തെ നോക്കിയപ്പോൾ രക്ഷ പ്രാപിച്ചതുപോലെ ക്രിസ്തുവിനെ നോക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത്. രക്ഷയ്ക്കുള്ള വഴി ക്രിസ്തുവിൽ ഏറ്റവും ലളിതമായും സൗജന്യമായും നൽകപ്പെട്ടിരിക്കുകയാണ് എന്ന സത്യമാണ് സ്നാപകൻ വെളിപ്പെടുത്തുന്നത്. രക്ഷകനെയും രക്ഷയെയും കണ്ടെത്തുന്നതിന് നമുക്ക് ദുഃഖവെള്ളിയുടെ സന്ദേശം ആഴത്തിൽ ഗ്രഹിക്കേണ്ടതുണ്ട്. പറുദീസായിലെ നന്മ തിന്മയുടെ വൃക്ഷം തിന്മ പുറപ്പെടുവിച്ചപ്പോൾ മനുഷ്യന് നഷ്ടമായത് രക്ഷയായിരുന്നു. എന്നാൽ കാൽവരിയിലെ തിന്മയുടെ വൃക്ഷമായി കരുതപ്പെട്ട കുരിശ് നന്മയുടെ ഫലം പുറപ്പെടുവിച്ചപ്പോൾ മനുഷ്യരക്ഷ സാധ്യമായി. മരത്താലെ വന്ന പാപം തീർക്കാൻ മരത്തിന്മേൽ ആർത്തനായി തൂങ്ങി ദൈവം മരിക്കുന്നതിൻ്റെ വിവരണമാണ് പീഠാനുഭവ ചരിത്രത്തിൽ നാം ശ്രവിക്കുന്നത്. മരണമില്ലാത്തവന്റെ മരണം വഴി മരണം ഇല്ലാതാകുന്ന ദിനമാണിത്. കുരിശിലെ നിസ്സഹായ നിലവിളിയിൽ തെളിയുന്ന സർവശക്തന്റെ കരുത്താണ് ദുഃഖവെള്ളിയെ ആണ്ടുവട്ടത്തിലെ ഒരു വ്യത്യസ്ത ദിനമാക്കുന്നത്. നീതിമാന്മാരിൽ നീതിമാനായ ദൈവം, പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവ് ഹൃദയം പൊട്ടി വിയർപ്പൊഴുകും പോലെ രക്തധമനികളിൽ നിന്ന് രക്തമൊഴുകി പിതാവിന്റെ അടുക്കൽ പ്രാർത്ഥിച്ചു: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിത്തരണമേ. പക്ഷെ ആ ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല. കുരിശിൽ കിടന്നുകൊണ്ട് ആ ദൈവം കരഞ്ഞു പറഞ്ഞു: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് നീ എന്നോട് ഇത് ചെയ്തു? കുരിശിൽ കിടന്നുകൊണ്ട് പുത്രൻ പിതാവിനോട് ചോദിച്ചു. ഉത്തരം ദൈവം കൊടുത്തില്ല. മാതാവ് ഒരിക്കൽ മകനോട് ചോദിച്ചതുപോലെ: മോനെ, നീ ഇത് ഞങ്ങളോട് എന്തിനു ചെയ്തു? ജെറുസലേം ദേവാലയത്തിൽ നിന്ന് മകനെ കാണാതെ അന്വേഷിച്ചലഞ്ഞു നടന്നു വീണ്ടും ജെറുസലേം ദേവാലയത്തിൽ മകനെ കണ്ടെത്തിയപ്പോൾ മാതാവ് പരിഭവിച്ചത്: മോനെ, നീ ഇതെന്തിനു ചെയ്തു? വേദനയുടെ മുമ്പിൽ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണിത്. നമ്മളും ചോദിച്ചിട്ടുണ്ടാകും പലവട്ടം: എന്തു തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നോടിത് ചെയ്തത്? എന്താണ് അതിനൊരു ഉത്തരം? അതിനുത്തരമാണ് കുരിശിലെ മരണം. ഈശോ കുരിശിൽ ബലിയർപ്പിച്ചപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അവൻ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി. നമ്മുടെ എല്ലാം പാപങ്ങൾ അവൻ തന്റെ ഹൃദയത്തിലും ശരീരത്തിലും സംവഹിച്ചു. കുരിശിലല്ലാതെ മറ്റൊന്നിലും അഭിമാനിക്കാനിടയാകാതിരിക്കട്ടെ എന്ന് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരാർത്ഥം ബലിയായ ഈശോയ്ക്കൊപ്പം പുരോഹിതർക്കൊപ്പം ബലഹീനരെങ്കിലും നിഷ്കളങ്കരും വിശുദ്ധാത്മാക്കളുമായ മറ്റു മനുഷ്യർക്കും ദൈവം അവസരം കൊടുക്കും. എനിക്കും നിങ്ങൾക്കും ഈ അവസരമുണ്ട്. കർത്താവിനോടൊപ്പം അവരും ബലിയർപ്പിക്കുന്നു, നാമും സഹിക്കുന്നു. അനേകരുടെ പാപങ്ങൾക്ക് അവരുടെ വേദന പരിഹാരമായിട്ട് മാറി എന്ന് നാം വിശ്വസിക്കുന്നു. കർത്താവ് അർപ്പിച്ച ബലി ഇന്ന് തുടരുകയാണ്. പരിഹാരത്തിന്റെ ബലി. അത് നമ്മോടും ചിലപ്പോൾ ദൈവം ആവശ്യപ്പെടും. നമ്മുടെ ആത്മാവിന്റെ വില എന്തെന്നറിഞ്ഞാലേ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുകയുള്ളൂ എന്ന് മാത്രം. എന്തു തെറ്റ് ചെയ്തുവെന്ന് നാമും ചിലപ്പോൾ ചോദിച്ചു പോകും. എന്നാൽ കർത്താവിന്റെ കുരിശിലെ വേദനയോട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ വേദനകൾ എത്ര നിസാരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും.
വേദനകൾ വിശദീകരണം വഴി സ്വർഗപ്രാപ്തി നൽകുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവിന്റെ ഉത്ഥാനം ഒരു അത്ഭുതമായിട്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് തോന്നാം. ദൈവമായിരുന്ന ക്രിസ്തു ഈ ഭൂമിയിൽ നടത്തിയ ഏറ്റവും വലിയ അത്ഭുതം, സ്വർഗത്തെ ഞെട്ടിച്ച അത്ഭുതം, മാലാഖമാർ ഞെട്ടിപ്പോയ അത്ഭുതം അതൊന്നുമല്ല, അവൻ കുരിശിൽ മരിച്ചു എന്നതാണ്. ഇതാ ദൈവം മരിച്ചിരിക്കുന്നു, അതാണ് അത്ഭുതം. ദൈവം ഉയർക്കുക സ്വാഭാവികമാണ്, മനുഷ്യൻ മരിക്കുക സ്വാഭാവികമാണ്. മനുഷ്യർക്ക് മരിക്കാനും ദൈവത്തിന് ഉയർക്കാനും പറ്റും, എന്നാൽ ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? ദൈവം മരിച്ചു എന്നതാണ്. അവൻ മനുഷ്യന്റെ വേദന ഏറ്റെടുത്തു എന്നതാണ്. പാണിയടിച്ച് കുരിശിൽ കിടക്കാൻ മനുഷ്യരോടുള്ള സ്നേഹം അവനെ നിർബന്ധിച്ചു എന്നതാണ്. അവൻ കാല് കഴുകാൻ തയ്യാറായി എന്നതാണ് അവന്റെ പ്രത്യേകത. എളിമപ്പെടാൻ തയ്യാറായി എന്നതാണ്. ഈ ലോകത്തിന്റെ പാപം മുഴുവൻ ഏറ്റെടുക്കാൻ തയ്യാറായി എന്നതാണ് ദൈവം കാണിച്ച ഏറ്റവും വലിയ അത്ഭുതം. ആ അത്ഭുതത്തിന്റെ പേരാണ് കാൽവരിയിലെ കുരിശ്. ആ കുരിശിന് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ വേദനകൾക്ക് പരാതി പറയാൻ ഇനി പാടില്ല. നീ ഇത്രയും ദുഃഖം ഞങ്ങൾക്ക് തന്നല്ലോ എന്ന് പരിതപിക്കാൻ പാടില്ല. ഈ കഠിനമായ വേദന നീ ഞങ്ങൾക്ക് എന്തിനു തന്നു എന്ന് ചോദിക്കാൻ പാടില്ല. രോഗം തന്നല്ലോ, മരണം തന്നല്ലോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ തിരിച്ചു വിളിച്ചല്ലോ, ഇതൊന്നും നാം പറയാൻ പാടില്ല. ആണിപ്പഴുതുള്ള കൈകൾ കൊണ്ടവൻ നമ്മുടെ മുറിവുണക്കും, ആശ്വസിപ്പിക്കും. എന്നിട്ട് പറയും, നീ നിന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക. താന്താങ്ങളുടെ കുരിശുമെടുത്ത് പിഞ്ചലണം. ഇതാണ് ദുഃഖവെള്ളി നൽകുന്ന സന്ദേശം. രോഗശാന്തി, സാമ്പത്തിക ലാഭം, സ്വപ്ന സാക്ഷാത്കാരം, അവിടെയൊക്കെ ദൈവത്തെ കാണുക എന്നത് മാനുഷികമാണ്. മനുഷ്യർ അത് മതിതാനും. എന്നാൽ വിശുദ്ധരാകണമെങ്കിൽ സകല വിശുദ്ധരെയും പോലെ വേദനയിൽ ദൈവത്തെ കാണണം. കുരിശിൽ ദൈവത്തെ കാണുക, മരണത്തിൽ ദൈവത്തെ കാണുക. ഇന്നോ നാളെയോ ഞാനും നിങ്ങളും കുരിശിൽ തറയ്ക്കപ്പെടാം. അവൻ പറഞ്ഞത് ഓർക്കുക, എന്റെ നുകം ലഘുവും ഭാരം വഹിക്കാൻ എളുപ്പമുള്ളതുമാണെന്നും അറിയുക. കുരിശിൽ കിടക്കണം. രോഗം, ഒറ്റപ്പെടൽ, വേദന, ഉപേക്ഷിക്കൽ, ഇതെല്ലാം കൂടിച്ചേർന്നതായിരുന്നു കുരിശിൽ കിടന്നുകൊണ്ട് യേശു ഉയർത്തിയ നിലവിളി. കുരിശിനെ പഴിച്ച് നരകത്തിലെത്താം, നല്ല കള്ളനെ പോലെ സ്വർഗാവകാശം സ്വന്തമാക്കുകയും ചെയ്യാം. നമ്മുടെ ആത്മീയ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് സ്വർഗം സ്വന്തമാക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ടായിരിക്കാം കുരിശിലെ ക്രിസ്തുവിന്റെ ബലിയിൽ ഇരുവശത്തും 2 കള്ളന്മാരെ കൂടി നിർത്തിയിട്ടുണ്ടാവുക. സ്വർഗം കട്ടെടുത്ത നല്ല കള്ളന്റെ അടിസ്ഥാനപരമായ വിശ്വാസം, ക്രിസ്തു പാപപരിഹാരാർത്ഥം എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്നും അവൻ ഉയർത്തുദ്ധാനം ചെയ്ത് ആ സ്വർഗരാജ്യത്തിൽ, ആ പരദീസായിൽ ഞാൻ അവനോടൊപ്പമായിരിക്കും എന്നുള്ളതാണ്. അവന്റെ രക്തം എൻ്റെ പാപങ്ങൾ മോചിപ്പിക്കുമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്താലാണ് സ്വർഗം കട്ടെടുത്ത നല്ല കള്ളൻ ആ നിമിഷം യേശുവിനോട് യാചിക്കുന്നത്. ഇന്ന് നീ പർദീസായിലിരിക്കുമ്പോൾ, ഇന്ന് നീ ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നുള്ള അഭ്യർത്ഥന. കെദ്രോൻ തോട്ടിൻ കരയിൽ വെച്ച് അരുമശിഷ്യനായ യൂദാസിന്റെ വഞ്ചന നേരിടുന്നുണ്ട് യേശു. ഗത്സമനയിലെ ഏറ്റവും വലിയ ദുഃഖം യേശുവിന്റെ ഒറ്റപ്പെടലാണ്. അത്താഴത്തിന്റെ ആലസ്യത്തിൽ ശിഷ്യർ മതിമറന്നുറങ്ങുമ്പോൾ, 2 വട്ടം ശിഷ്യരുടെ സാന്ത്വനം തേടി വരുമ്പോഴും ഉദാസീനതയിൽ നിരാശപ്പെടുന്ന യേശുവിനെ നാം കണ്ടുമുട്ടുന്നു. പങ്കുവെക്കപ്പെടുന്ന ദുഃഖം പകുതിയാകുമ്പോൾ ഒറ്റപ്പെടുത്തുന്ന ദുഃഖം ഇരട്ടിയാകുന്നു. ജീവിത ദുഃഖങ്ങളുടെ പരിപരുത്ത പാറപ്പുറങ്ങളിൽ ഏകനായി നിർത്തപ്പെടുന്ന സന്ദർഭങ്ങൾ നമുക്കുണ്ട്. മറ്റുള്ളവർക്ക് ഒപ്പം നിൽക്കാനാവുന്നതിനൊക്കെ പരിധിയുണ്ട്. ഏറ്റവും സ്നേഹിച്ചവരെ പോലും സെമിത്തേരി വരെ മാത്രമേ നാം അനുഗമിക്കാറുള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് സഹിക്കേണ്ട സത്യങ്ങളാണ് സഹനങ്ങൾ. ഗത്സമനിയിൽ ഏകനാകുന്ന ക്രിസ്തു ഒറ്റപ്പെട്ടു പോയവരുടെ പ്രതീകമാണ്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, സഹായിക്കുന്നില്ല, ഒപ്പം നിൽക്കുന്നില്ല എന്ന പരിദേവനങ്ങൾക്ക് ഇനി വിട നൽകാം. ഗത്സമനിയിലെ പ്രാർത്ഥനയുടെ ശക്തിയാൽ പിതാവിന്റെ തിരുഹിതമായി സഹനത്തെ സ്വീകരിച്ചു. സഹനത്തിന്റെ കൈപ്പേറിയ കാസകളെ ദൈവഹിതമായി സ്വീകരിക്കുന്ന വ്യക്തികളിലൂടെ ദൈവമഹത്വത്തിന്റെ പൂർണ്ണത വെളിവാകുന്നുണ്ട്. സഹനത്തെ തടയാൻ സ്വന്തം ശക്തിയും ആയുധബലവും ഉപയോഗിക്കുന്ന പത്രോസ് ക്രിസ്തുവിന്റെ വിപരീത ദിശയിലാണ്. ദൈവഹിതത്തെ തടയാനുള്ള മനുഷ്യശക്തിയുടെ പാഴ്ശ്രമമാണ് പത്രോസിന്റെ ആയുധ പ്രയോഗം. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്നാണ് യേശു പടയാളികളോട് ചോദിച്ചത്. ദുഷ്ടരോടും ശിഷ്ടരോടും ദൈവിക മനോഭാവം ഒന്നു തന്നെയാണ്. യേശുവിനെ അന്വേഷിക്കുന്നു എന്നതല്ല, ഏതൊരു ലക്ഷ്യത്തോടെ യേശുവിനെ അന്വേഷിക്കുന്നു എന്നതിലാണ് രക്ഷ അടങ്ങിയിരിക്കുന്നത്. ക്രിസ്തുവിനെയും അവിടുത്തെ സഭയെയും പരിഹസിക്കാനുള്ള പഴുതു തേടി ബൈബിൾ പഠിക്കുന്നവരുണ്ട്. ഗത്സമനിയിൽ വെച്ച് ബന്ധിക്കപ്പെടുന്ന യേശു പ്രധാന പുരോഹിതന്മാരുടെ കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെടുന്നുണ്ട്. അന്നാസും കയ്യാഫാസും ഒരേ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നവരാണ്. യേശുവിന്റെ വിചാരണ സമയത്ത് അന്നാസിന്റെ മകളുടെ ഭർത്താവായ കയ്യാഫാസ് ആയിരുന്നു പ്രധാന പുരോഹിതനെങ്കിലും യഹൂദ മതത്തിന്റെ കടിഞ്ഞാൻ അന്നാസിന്റെ കയ്യിൽ തന്നെയാണ്. സഭയുടെ ജനന നിമിഷമാണ് ഈശോയുടെ മരണ നിമിഷം. മറിയത്തിൽ നിന്ന് മനുഷ്യരൂപമെടുത്ത ഈശോ
മറിയത്തിലൂടെ പ്രതീകവൽക്കരിക്കപ്പെടുന്ന സഭയായി മറിയത്തിൽ പുനരവതരിപ്പിക്കുന്ന അത്ഭുത രഹസ്യമായിട്ടാണ് 4-ാം സുവിശേഷം ഈശോയുടെ മരണത്തെ അവതരിപ്പിക്കുന്നത്. ഈശോയുടെ മരണം എന്ന ദുരന്തത്തിനല്ല, സഭയുടെ ജനനം എന്ന രക്ഷയുടെ വിജയ നിമിഷത്തിനാണ് കാൽവരി സാക്ഷ്യം വഹിക്കുന്നത്. കുരിശിൻ ചുവട്ടിൽ ആരംഭിച്ച തിരുസഭയുടെ ഔപചാരിക ഉദ്ഘാടനം മാത്രമാണ് പന്തക്കുസ്ത തിരുനാളിൽ സംഭവിക്കുന്നത്. ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടത് 6-ാം മണിക്കൂറിലാണ്, അതായത് ഉച്ചയ്ക്ക് 12 മണി. മരിച്ചതാകട്ടെ 9-ാം മണിക്കൂറിലും, ഉച്ച കഴിഞ്ഞ് 3 മണി. ഈശോയുടെ മരണത്തിൽ അന്ധകാരം പരന്നു. ലോകത്തിന്റെ പ്രകാശമായവൻ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ലോകം അന്ധകാരത്തിലായി. ഏതൊരു മനുഷ്യന്റെ ജീവിതവും ക്രിസ്തുവിൽ നിന്ന് വേർപെടുമ്പോൾ അന്ധകാരത്തിലാകുന്നു. ഈശോയുടെ മരണസമയത്ത് പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, നീതിമാന്മാർ ഉയർത്ത് പലർക്കും പ്രത്യക്ഷപ്പെട്ടതായി മത്തായി സുവിശേഷകൻ പറയുന്നുണ്ട്. 27-ാം അധ്യായം 52-53. ഈശോയുടെ കാലത്തിനു മുമ്പ് മരിച്ച സകല നീതിമാന്മാർക്കും അവിടുത്തെ കുരിശുമരണത്തിന്റെ രക്ഷാകര ഫലം ലഭിച്ചു എന്നാണ് സുവിശേഷകൻ അർത്ഥമാക്കുന്നത്. കുരിശുമരണത്തിന്റെ രക്ഷാകര ഫലം സ്ഥലകാലങ്ങൾക്ക് അതീതമാണ് എന്ന സത്യമാണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത്. 100 റാത്തലോളം സുഗന്ധക്കൂട്ടിൽ പൊതിഞ്ഞാണ് ഈശോയുടെ ശരീരം സംസ്കരിക്കപ്പെടുന്നത്. ചക്രവർത്തിമാർക്കും മഹാരാജാക്കന്മാർക്കും ചേർന്ന സംസ്കാര രീതിയാണിത്. ദാവീദിന്റെ സിംഹാസനത്തിൽ നിത്യം വാഴുന്ന രാജാവായവന് മരണത്തിലും യൂതന്മാരുടെ രാജാവ് എന്ന ശീർഷകം പേറിയവന് രാജാവിന് ചേർന്ന മൃതസംസ്കാരം നൽകപ്പെടുകയാണ്. നാളിതുവരെ യഹൂദരെ ഭയന്ന് പരസ്യമായി യേശുവിന് സാക്ഷ്യം വഹിക്കാൻ മടിച്ച നിക്കോദെമോസും അരിമത്യാക്കാരൻ ജോസഫും ചേർന്നാണ് മൃതസംസ്കാര കർമ്മം നടത്തുന്നത്. 12 ശിഷ്യരും പിന്തിരിഞ്ഞ് സ്വന്തം സുരക്ഷയെ കരുതി പലായനം ചെയ്തപ്പോഴും ദൈവിക പദ്ധതിയുടെ നടത്തിപ്പിന് പുതിയ ശുശ്രൂഷകർ രംഗപ്രവേശം ചെയ്യുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തത രക്ഷാകര പദ്ധതിയെ തകിടം മറിക്കുന്നില്ല. യേശുവിന് നിർഭയം സാക്ഷ്യം നൽകാനുള്ള വലിയ സന്ദേശമാണ് മൃതസംസ്കാര രംഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആരെയും സംസ്കരിക്കാത്ത കല്ലറ യേശുവിന്റെ അവകാശമായിരുന്നു. ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത കഴുതപ്പുറമേറിയാണ് യേശു ഓശാന ഞായറാഴ്ച വന്നത്. അല്ലെങ്കിലും ആരും നടക്കാത്ത വഴികളോടും ആരും പറഞ്ഞിട്ടില്ലാത്ത വചനങ്ങളോടും ആരും ചെയ്യാത്ത പ്രവൃത്തികളോടും യേശുവിന് പ്രത്യേക മമതയുണ്ടായിരുന്നു. അവിടുത്തെ വഴികൾക്കും വചനങ്ങൾക്കും ചെയ്തികൾക്കും എന്നുമുള്ള നൂതനത്വം മൃതസംസ്കാരത്തിനും വെളിവാക്കപ്പെട്ടു. പ്രധാന പുരോഹിതനുള്ള അവകാശമായി പുതിയ കല്ലറയെ യഹൂദർ കരുതിയിരുന്നു. പ്രധാന പുരോഹിതരെ പോലെ തുന്നലില്ലാത്ത മേലങ്കി ധരിച്ച യേശുവിന്റെ പ്രധാന ആചാര്യ സ്ഥാനവും സുവിശേഷങ്ങളിൽ അവസാനം വരെ അവതരിപ്പിക്കുന്നുവെന്ന് അതിശയപ്പെടുത്തുന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. യഹൂദരുടെ പാപപരിഹാര തിരുനാളിൽ കുഞ്ഞാടിന്റെ രക്തം ജലവുമായി കലർത്തി വിശുദ്ധിയുടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് തളിച്ചിരുന്നു പുരോഹിതൻ. പ്രതീകാത്മകമായി അവർ പ്രവേശിച്ചിരുന്ന വിശുദ്ധിയുടെ അതിവിശുദ്ധ സ്ഥലം ഈശോ മിശിഹ തന്നെയായിരുന്നു. അവന്റെ മരണനേരത്ത് ദൈവാലയത്തിലെ തിരശീല നെടുവേ കീറിപ്പോയത് വെളിപ്പെടുത്തുന്ന വിശുദ്ധിയുടെ അതിവിശുദ്ധ സ്ഥലം ക്രിസ്തു തന്നെയാണെന്ന സത്യമാണ്. പ്രധാന ആചാര്യൻ തളിച്ച മൃഗരക്തത്തിനു പകരമായി ക്രിസ്തു തളിക്കുന്നത് തന്റെ ഹൃദയം പിളർന്നുള്ള രക്തമാണ്. പാപപരിഹാര ബലിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ജലവുമായി ചേർന്നൊഴുക്കുന്ന രക്തം. അവന്റെ രക്തത്താൽ നാം എല്ലാം നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ പൊരുളിന് ഏറെ ആഴമുണ്ട്. പാപപരിഹാര ശുശ്രൂഷ തുടരാൻ ഈശോ സഭയ്ക്ക് ജന്മം നൽകിയതും കുരിശിലാണ്. അഗസ്തീനോസ് പുണ്യവാന്റെ ഭാഷയിൽ ഏദനിലെ ആദം ഉറങ്ങിയപ്പോൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് വാരിയെല്ലെടുത്ത് ദൈവം ഹവ്വായെ സൃഷ്ടിച്ചതിന് സമാനമാണ് സഭയുടെ ജനനം. കുരിശിൽ സഹനത്തിന്റെ സമ്പൂർണതയിൽ മയങ്ങിയ കർത്താവിന്റെ പാർശ്വം പിളർന്ന് 2-ാം ഹവ്വായായ സഭ ജനിച്ചു. ആദ്യത്തെ ആദം പാപത്തിന്റെ പിടിയിലായപ്പോൾ ദൈവത്തിന്റെ മുന്നിൽ നിന്ന് മരങ്ങൾക്കിടയിലേക്ക് ഒളിച്ചോടുകയാണ് ചെയ്തത്. എന്നാൽ ഏതൊരു പാപിക്കും അഭയം നേടാൻ കുരിശുമരത്തിന്റെ തണലുണ്ട്. ആദാമിനെ പോലെ പാപത്തിൽ തലപൂഴ്ത്തി ഒട്ടകപ്പക്ഷിയെ പോലെ ഒളിച്ചിരിക്കുന്നതോ പരിസയനെ പോലെ ചങ്കുവിരിച്ച് അഭിമാനിക്കുന്നതോ ലൂക്ക 18:4 പാപപരിഹാരമല്ല. ചുങ്കക്കാരനെ പോലെ കർത്താവെ പാപിയായ എൻ്റെ മേൽ കനിയണമേ എന്ന് കുരിശിൻ ചുവട്ടിൽ വന്ന് നിലവിളിക്കുന്നവരാണ് ദുഃഖവെള്ളിയുടെ പുണ്യം നേടുന്നത്. സഭാപിതാവായ ഹിലാരിയുടെ വാക്കുകളിൽ ക്രൂശിതനെ കണ്ടുമുട്ടുന്നത് വരെ നാം ആരും ക്രൈസ്തവരോ ദൈവമക്കളോ ആകുന്നില്ല. ഫിനീഷ്യക്കാർ കണ്ടെത്തിയ വധശിക്ഷാ രീതിയായിരുന്നു കുരിശിൽ തറച്ചു കൊല്ലുന്ന പതിവ്. യഹൂദർ ശാപമായി കരുതിയ കുരിശുമരത്തിൽ ക്രിസ്തുവിന്റെ സ്പർശമുണ്ടായപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറി. ഏതൊരു ശാപത്തിലും ദുരന്തത്തിലും ക്രിസ്തുവിന്റെ സ്പർശമുണ്ടാകുമ്പോൾ അവ അനുഗ്രഹമായി മാറുന്നു എന്നതാണ് ദുഃഖവെള്ളിയുടെ 2ാമത്തെ സന്ദേശം. ശാപമായിരുന്ന കുരിശിന്റെ അടയാളം വരച്ചാണ് ലോകത്തെ എല്ലാ നല്ല കർമ്മങ്ങളും ആരംഭിക്കുന്നത്, എല്ലാ ആശീർവാദങ്ങളും നൽകപ്പെടുന്നത്. യഹൂദ പുരോഹിതന്മാർ എല്ലാ ബലിവസ്തുക്കളും ബലിപീഠത്തിൽ അർപ്പിക്കുന്നതിന് മുൻപേ നീരാജനം ചെയ്തിരുന്നു. കൊല്ലപ്പെട്ട മൃഗത്തിന്റെ മാംസം വെള്ളത്തിൽ കഴുകിയ ശേഷം പുരോഹിതൻ കയ്യിലെടുത്ത് ആദ്യം മുകളിലേക്ക്
മുകളിലേക്കും പിന്നീട് താഴേക്കും തുടർന്ന് വലത്തേക്കും അവസാനം ഇടത്തേക്കും ചലിപ്പിച്ചിരുന്നു. അറിയാതെയാണെങ്കിലും യഹൂദ പുരോഹിതർ ബലിവസ്തു കൊണ്ട് നീരാജനം ചെയ്യുമ്പോൾ കുരിശു വരയ്ക്കുകയായിരുന്നു. നീരാജനം ചെയ്യുമ്പോൾ ബലിവസ്തുവിൽ നിന്ന് ഊർന്നു വീഴുന്ന രക്തവും വെള്ളവും ക്രൂശിതനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തുവിന് മുൻപേ അർപ്പിക്കപ്പെട്ട സകല ബലികളും അവിടുത്തെ കുരിശിലെ ബലിയുടെ നിഴല് പതിഞ്ഞിട്ടുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സഹനങ്ങളിൽ നാം അറിയാതെ കർത്താവ് കുരിശിന്റെ നിഴൽ വീഴ്ത്തി അനുഗ്രഹിക്കുന്നുണ്ടെന്ന സത്യം നാം മറക്കരുത്. മോശയുടെ സ്പർശനം കരിമ്പാറയെ ജീവജലത്തിന്റെ ഉറവയാക്കിയതുപോലെ കർത്താവ് സ്പർശിച്ചപ്പോൾ കുരിശ് ജീവജലത്തിന്റെ ഉറവയായി മാറി. കരിമ്പാറ പോലെ അസാധ്യമെന്ന് കരുതുന്ന സഹനങ്ങൾക്ക് മുൻപിൽ ആരും നഷ്ടധൈര്യരാകേണ്ടതില്ല. കുരിശിനെ മരണത്തിന്റെ കവാടമായിട്ട് തെർത്തുല്യൻ വിശേഷിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കുരിശുമരണം വരെ മരണം എല്ലാറ്റിന്റെയും അവസാനമായിരുന്നു. എന്നാൽ ആദ്യത്തെ ദുഃഖവെള്ളി മരണത്തിന്റെ വിധി തിരുത്തി എഴുതി. ദേവപുത്രന്റെ മരണത്തിലൂടെ മരണത്തിന്റെ വിജയം അവസാനിച്ചു. എല്ലാ മനുഷ്യരും കടന്നു പോകേണ്ട അവസാന കവാടമാണ് കുരിശ്. അതിനാൽ തന്നെ കുരിശിനെ ആർക്കും ഒഴിവാക്കാനാവില്ല. മർത്യനാണെങ്കിൽ കുരിശിലേറിയേ പറ്റൂ. വാർദ്ധക്യത്തിൽ നിധിയായി ലഭിച്ച മകനെ ദുഃഖവെള്ളിയുടെ തിരുവചന വായനയിൽ മോറിയ മലയിൽ അബ്രാഹാം ബലിയർപ്പിക്കുന്നത് നാം വായിച്ചു കേട്ടു. മകനെ കുരുതി കൊടുക്കാൻ അതിരാവിലെ മല കയറുന്ന അപ്പൻ മകന്റെ കഴുത്തുവെട്ട് മുൻപേ ദൈവം ഇടപെട്ട് തടഞ്ഞതുകൊണ്ട് ഇസഹാക്കിന് ജീവൻ തിരിച്ചു കിട്ടി. സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം പിതാവായ ദൈവം തന്റെ പുത്രനെ ബലിയർപ്പിക്കാൻ കാൽവരിയിൽ എത്തിയപ്പോഴാണ് അബ്രഹത്തിന്റെ ബലിയുടെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. ഭൂമിയിലെ എല്ലാ സഹനങ്ങളിലും മിശിഹായുടെ കുരിശിന്റെ നിഴല് വീണിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിക്കുമ്പോൾ തന്റെ പുത്രന്റെ ബലിയെ അർത്ഥപൂർണമാക്കാൻ പിതാവായ ദൈവം നമ്മുടെയും കൂടി സഹകരണം ചോദിക്കുകയാണ്. പൗലോസ്ലിഹായുടെ ഭാഷയിൽ മിശിഹായുടെ സഹനത്തിന്റെ കുറവിനെ ശരീരത്തിൽ സംവഹിക്കാനുള്ള വിളിയാണ് ഓരോ സഹനവും. മോറിയ മലയിൽ നിന്ന് കാൽവരിയിലേക്കുള്ള ദൂരമാണ് വിശ്വാസത്തിന്റെ ദൂരം. ഏശയ്യ പറയുന്ന സഹനദാസന്റെ കീർത്തനം വായിക്കുമ്പോൾ ഒരിക്കലും തൊണ്ടയിടറാതെ നമുക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല. ഒരു പാപവും ചെയ്യാത്തവൻ സകല മനുഷ്യരുടെയും പാപം ചുമലിലേറ്റി കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് പ്രവചിക്കുമ്പോൾ താൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് പ്രവാചകനോ അത് കേട്ടവർക്കോ മനസ്സിലായിരുന്നില്ല. ഏശയ്യായുടെ പ്രവചനം നമ്മെ രണ്ട് സത്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ സഹനവും മരണവും അനാദിയിലെയുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. കയ്യാഫാസും പീലാത്തോസും ചേർന്ന് വിരിച്ച വലയിൽ അറിയാതെ കുടുങ്ങിപ്പോയ മാടപ്രാവല്ല ഈശോ. അവിടുന്ന് തന്റെ മരണത്തിന്റെ നിയന്താതാവ് തന്നെയായിരുന്നു. രണ്ടാമതായി സഹനത്തെ രക്ഷാകരമാക്കാനുള്ള വഴി കൂടി പ്രവാചകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. സഹനത്തിന് മുൻപിൽ കലഹിക്കുകയോ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ചെയ്യാതെ കുഞ്ഞാടിന്റെ നിശബ്ദതയോടെ സഹനത്തെ നേരിടുമ്പോഴാണ് സഹനം രക്ഷാകരമാകുന്നത്. സഹനത്തെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി കരുതുന്നവർ സഹനത്തെ പരാതി കൂടാതെ സ്വീകരിക്കുന്നു. നമ്മുടെ സഹനങ്ങൾക്ക് പിന്നിലെ ദൈവത്തിന്റെ രക്ഷാപദ്ധതി മനസ്സിലാക്കാനാകാത്തത് കൊണ്ടാണ് നാം പരാതിപ്പെടുകയും കലഹിക്കുകയും ചെയ്യുന്നത്. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞു മരിച്ചവൻ ക്രിസ്തു മാത്രമാണ്. 100 കൊല്ലം ജീവിച്ചിട്ടും ഒന്നും പൂർത്തിയാക്കാത്തവരുടെ ഇടയിൽ ഒരു 33-കാരന്റെ അവസാന മൊഴിയുടെ അർത്ഥവ്യാപ്തി വലുതാണ്. നാം ഇന്ന് മരിച്ചാൽ പൂർത്തിയാക്കാത്ത എത്രയോ പദ്ധതികളും സ്വപ്നങ്ങളും ബാക്കിയാകും. ദൈവഹിതം മാത്രം സ്വപ്നം കാണുകയും അത് നിറവേറ്റാനായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രം സംലഭ്യമാകുന്ന ഭാഗ്യമാണ് എല്ലാം പൂർത്തീകരിച്ചു മരിക്കാനുള്ള ഭാഗ്യം. എല്ലാം പൂർത്തീകരിച്ചു എന്ന അർത്ഥത്തിൽ ഈശോ ഉപയോഗിക്കുന്ന പദത്തിന് ഏൽപ്പിച്ച് ജോലി തീർത്ത വേലക്കാരൻ യജമാനോട് പറയുന്നതും ബലിയർപ്പണം യഥാവിധി നിറവേറ്റിക്കഴിയുമ്പോൾ പുരോഹിതർ പറഞ്ഞിരുന്നതും ഇതേ പദമാണ്. പിതാവിന്റെ പദ്ധതി താൻ സമ്പൂർണമായും പൂർത്തിയാക്കി എന്നുള്ള പ്രഖ്യാപനമാണിത്. ദൈവ മനുഷ്യബന്ധം പൂർണ്ണതയിലെത്തിയതിനെ സൂചിപ്പിക്കുന്ന വചനമാണത്. പർദീസായിൽ തകർന്നുപോയ ബന്ധം കുരിശിൽ യോജിപ്പിച്ച് പൂർത്തീകരിച്ചു എന്നുള്ള അർത്ഥമാണതിന്. പിശാചിന്റെ പരാജയം പൂർത്തിയായി ഈശോയുടെ വിജയപ്രഖ്യാപനം സാക്ഷാത്കരിച്ചു എന്നുള്ളതും കുരിശിന്റെ അർത്ഥമാണ്. തന്നെക്കുറിച്ച് പറയപ്പെട്ട സർവ്വ പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. കുരിശിൻ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മയോടും വാത്സല്യ ശിഷ്യനോടും ഈശോ യാത്രാമൊഴി ചൊല്ലിയതായും നമുക്ക് ഈ വചനത്തെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. യഥാർത്ഥ സ്നേഹം എന്തെന്നും ആത്മാർത്ഥ സ്നേഹിതർ ആരെന്നും മനസ്സിലാക്കുന്നത് സഹനത്തിന്റെ കുരിശിൻ ചുവട്ടിലാണ്. ആഹ്ലാദ ആരവങ്ങളിൽ ഒപ്പം നിന്നവരും വിരുന്നുമേശയും മദ്യക്കുപ്പിയും പങ്കിട്ടവരും സഹനത്തിന്റെ കുരിശിൻ ചുവട്ടിൽ അവശേഷിക്കില്ല. സ്നേഹത്തിന്റെ ആഴം ഗ്രഹിക്കാൻ സഹനത്തോളം വലിയൊരു വഴിയില്ല എന്നതാണ് സത്യം. സാൻ ഡെമിയാനോയിലെ കുരിശുരൂപത്തിനു മുൻപ് നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അസീസിയിലെ ഫ്രാൻസിസിനോട് ക്രൂശിത രൂപം സംസാരിക്കാൻ തുടങ്ങി. ഫ്രാൻസിസ്, എന്റെ സഭയെ പടുത്തുയർത്തുക, അതിന്റെ കുറവുകളും കേടുപാടുകളും നീക്കാൻ നീ അക്ഷീണം പരിശ്രമിക്കുക. ക്രൂശിതന് തന്റെ ഭക്തരോട് എന്നും പറയാനുള്ള സത്യം ഇത് തന്നെയാണ്. ക്രൂശിതന്റെ തുടർച്ചയായ സഭയെ പടുത്തുയർത്താനുള്ള ത്യാഗമാണ് യഥാർത്ഥ കുരിശിന്റെ വഴി. സഭയ്ക്കെതിരായ വ്യാജ പ്രചാരണങ്ങളുമായി സഭയുടെ ശത്രുക്കൾ അരങ്ങു നിറയുമ്പോൾ ഈ ചിന്തയ്ക്ക് നാമാണ് ബലം കൊടുക്കേണ്ടത്, നാമാണ് ജീവൻ നൽകേണ്ടത്.
ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ടിരുന്നപ്പോഴും അവന്റെ പക്ഷത്തു നിൽക്കാൻ കഴിയാതെ പോയ ഒട്ടനവധി കഥാപാത്രങ്ങൾ പീഡാനുഭവ ചരിത്രം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവരിൽ പലരും നമ്മുടെ പ്രതിനിധികളാണ്. ഈശോയെ ആഴത്തിൽ സ്നേഹിച്ചിട്ടും നിർണായക സമയത്ത് തള്ളിപ്പറഞ്ഞ പത്രോസ് ഒരു സാധാരണ വിശ്വാസിയുടെ പ്രതിനിധിയാണ്. തന്നെക്കാൾ അധികമായി ഈശോയെ സ്നേഹിക്കാൻ കഴിയാത്തവരുടെ ദുരന്തമാണിത്. ദ്രവ്യാഗ്രഹം മനുഷ്യനെ അന്ധമാക്കുന്നു എന്നതിന് തെളിവാണ് യൂദാസ്. ജീവിതത്തിലെ അമൂല്യമായതെല്ലാത്തിനെയും വിലയില്ലാതാക്കുന്നത് ദ്രവ്യാഗ്രഹമാണ്. അധികാരമോഹം കൊണ്ട് സത്യത്തെ കുരിശിൽ തറക്കേണ്ടി വന്ന പീലാത്തോസ് ആധുനിക നേതാക്കളിൽ പലരുടെയും പ്രതിനിധിയാണ്. ദൈവത്തെ വെറുത്ത് ദൈവഘാതകരാകാൻ ശ്രമിക്കുന്ന കയ്യാഫാസ് പൗരോഹിത്യത്തിന്റെ ഏറ്റവും അധപ്പതിച്ച മുഖമാണ്. ദൈവിക പദ്ധതികളുടെ ശുശ്രൂഷകരാണെന്ന ബോധം മറയ്ക്കുന്ന ഏതൊരു പുരോഹിതനിലും ഒരു കയ്യാഫാസ് പുനർജനിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ കുരിശിന്റെ വഴി പൂർത്തിയാക്കാൻ അവിടത്തേക്ക് പലരുടെയും സഹായം ആവശ്യമായിരുന്നു. കുരിശോളം ഒപ്പം നിന്ന പരിശുദ്ധ അമ്മ, കുരിശെടുത്ത് സഹായിച്ച ശിമയോൻ, ഹൃദയം നുറുങ്ങിക്കറിഞ്ഞ ഭക്തസ്ത്രീകളുടെ കണ്ണുനീർ അവിടുത്തെ ബലിയെ പൂർത്തീകരിക്കാൻ ആവശ്യമായിരുന്നു. നമ്മുടെയും കണ്ണുനീർത്തുള്ളികൾ അവന്റെ നിത്യബലിയെ പൂർത്തീകരിക്കാൻ ആവശ്യമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള അവന്റെ കൽപ്പനയ്ക്ക് പൂർണ്ണത വരികയുള്ളൂ. നമ്മുടെ വിശ്വാസത്തെ കുരിശുമായി ബന്ധിപ്പിച്ച ദിനമാണ് ദുഃഖവെള്ളി. നമ്മുടെ ദൈവാലയങ്ങൾക്ക് കുരിശ് അടയാള ചിഹ്നമായി ലഭിച്ചത് ദുഃഖവെള്ളിയാഴ്ചയാണ്. ആണ്ടുവട്ടം മുഴുവൻ ദൈവപുത്രന്റെ മഹത്വീകൃതമായ ഉദ്ധിത ശരീരത്തെ വിശുദ്ധ കുർബാനയായ ബലിപീഠത്തിൽ ആരാധിക്കുന്ന സഭ ദുഃഖവെള്ളിയാഴ്ച മാത്രം അവന്റെ ചോരവാർന്ന ക്രൂശിത ശരീരത്തെ അൾത്താരയിൽ ആരാധിക്കുന്നു. കൗദാശിക ബലിയുടെ കാരണമായ യഥാർത്ഥ ബലിയെ ധ്യാനിക്കാനായി വിശുദ്ധ കുർബാന തന്നെ വേണ്ടെന്ന് വെക്കപ്പെട്ട ആണ്ടുവട്ടത്തിലെ ഏകദിനമാണിത്. ഈ നല്ല വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ഇല്ലായിരുന്നുവെങ്കിൽ ലോകത്തിൽ ക്രിസ്തുമതം ഉണ്ടാകുമായിരുന്നില്ല എന്നത് മാത്രമല്ല, നന്മയായതൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് സത്യം. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിന്റെ വഴിയിൽ നാം പരിചയിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഈ പ്രാർത്ഥന ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വം പ്രഘോഷിക്കുന്നു. യഹൂദർക്ക് ശാപവും യവനർക്ക് ഭോഷത്വവുമായിരുന്ന കുരിശിനെ ഈശോ തൊട്ടപ്പോൾ അത് ഭൂമിയിൽ ഏറ്റവും പൂജ്യമായ അടയാളമായി മാറി. ഇഷ്ടമില്ലാത്തവരെ ക്രൂരമായി നശിപ്പിക്കാൻ ഫിനീഷ്യരും പിന്നീട് റോമാക്കാരും കണ്ടെത്തിയ ഭീകരതയുടെ അടയാളമായിരുന്നു കുരിശ്. എന്നാൽ ഈശോ വരുമ്പോൾ എല്ലാ ശാപവും അനുഗ്രഹമാകും, എല്ലാ കണ്ണുനീരിലും പ്രകാശമുണ്ടാകും, എല്ലാ സഹനങ്ങളും അനുഗ്രഹമായി മാറും. ഈശോ കൂടെയില്ലാത്ത സഹനങ്ങൾ നിരാശാജനകവും നിരർത്ഥകവും നിന്ദ്യവും ശാപഗ്രസ്തവുമാണ്. ഈശോ കടന്നു വരുമ്പോൾ എല്ലാ സഹനങ്ങളും ശാപങ്ങളും രോഗങ്ങളും അപമാനങ്ങളുമാകുന്ന കുരിശുകൾ രക്ഷാകരമാകുമെന്നതാണ് ദുഃഖവെള്ളിയുടെ ആദ്യത്തെ ആശ്വാസ ചിന്ത. ഈ ദിനത്തിന്റെ ചിന്തകളെ നാം വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ എല്ലാം പൂർത്തിയായി എന്നുള്ള ഈശോ പറഞ്ഞ തിരുവചനം കൂടുതൽ ശ്രദ്ധേയമാകുകയാണ്. പിതാവ് ഭരമേൽപ്പിച്ച ശ്രമകരമായ രക്ഷണീയ ദൗത്യം പൂർത്തീകരിച്ച സഹനദാസന്റെ വിജയപ്രഘോഷണമാണിത്. യഥാർത്ഥ പെസഹ കുഞ്ഞാടും ബലിവസ്തുവും അസ്ഥികളിൽ ഒന്നുപോലും തകരാത്തതുമായ തന്റെ ശരീരത്തെ നോക്കി നിത്യപുരോഹിതനായി അവിടുന്ന് നടത്തുന്ന വിധി പ്രസ്താവമായും ഈ വചനത്തെ മനസ്സിലാക്കാം. ഈശോയുടെ മേലങ്കി തുന്നൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു എന്ന പ്രസ്താവന അവിടുന്ന് പ്രധാന പുരോഹിതനായിരുന്നു എന്നതിന്റെ സൂചനയാണ്. മൂന്നാമതായി, പാപമൂലം പിശാചിന്റെ അടിമത്തത്തിലായി തീർന്ന മനുഷ്യകുലത്തെ മോചനദ്രവ്യം നൽകി വീണ്ടെടുത്ത ഈശോ പിശാചിനോട് നടത്തുന്ന വിജയപ്രഘോഷണമാണ് ഈ വാക്യം. ഒരേ സമയം പിതാവിനോടും തന്നോട് തന്നെയും പിശാചിനോടും മനുഷ്യകുലത്തോടും ഈശോ നടത്തുന്ന വിജയപ്രഘോഷണമാണ് എല്ലാം പൂർത്തിയായി എന്ന വചനം. യഥാർത്ഥത്തിൽ കുരിശിൽ ഈശോ പൂർത്തീകരിച്ചത് തന്റെ സ്നേഹമാണ്. സ്നേഹത്തിന്റെ ശക്തി അത്ഭുതാവഹമാണല്ലോ. അസാധ്യമായവ സ്നേഹം കൊണ്ട് സാധ്യമാണ്. മനുഷ്യന്റെ ചിന്തയിൽ അസഹ്യവും അസാധ്യവുമായ കുരിശുമരണം ഈശോ വരിച്ചത് അവിടുത്തെ സ്നേഹത്തിന്റെ എല്ലാം പൂർത്തീകരിക്കുന്ന പ്രകടനമായിരുന്നു. യുദ്ധത്തിൽ കൃത്യവിലോപം കാട്ടിയ പടയാളിക്ക് ഒലിവർ ക്രോംവെൽ എന്ന സൈന്യാധിപൻ വധശിക്ഷ വിധിച്ച കഥ ദുഃഖവെള്ളിയുടെ പരമ്പരാഗത കഥകളിൽ ഒന്നാണ്. വൈകുന്നേരം 6 മണിയോടെ ജാഗ്രതാമണി അടിക്കുന്ന സമയത്ത് പടയാളിയെ വെടിവെച്ചു കൊല്ലാൻ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. എന്നാൽ എത്ര ശക്തമായി അടിച്ചിട്ടും മണിനാദം ഉയരുന്നില്ല. കാരണം തേടി മണിമാളികയിലെത്തിയ പട്ടാളക്കാർ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പട്ടാളക്കാരന്റെ ഭാര്യ മണിയുടെ നാക്കിനോട് സ്വന്തം ശരീരം ചേർത്ത് വെച്ച് കെട്ടിയിരിക്കുന്നു. മണിയടിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെയും അവളുടെ ശരീരം മണിയിലടിച്ച് തകർന്ന് ചോരയിട്ട് വീഴാൻ തുടങ്ങി. ഈ സ്നേഹത്തിന്റെ മുന്നിൽ ഒലിവർ ക്രോംവെൽ തോറ്റു. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന് മുന്നിൽ സാത്താനും മനുഷ്യനും ഒരുപോലെ തോൽവിയടഞ്ഞ ദിനമാണിത്. സാത്താന്റെ അടിമത്തത്തിൽ നിന്നുള്ള മനുഷ്യകുലത്തിന്റെ മോചന പ്രക്രിയ പൂർത്തിയായി എന്നാണ് ഈശോ പ്രഘോഷിക്കുന്നത്. സ്നേഹത്തിൽ എല്ലാം പൂർത്തീകരിച്ചവൻ എല്ലാം പൂർത്തീകരിക്കാനുള്ള പ്രായോഗിക വഴി പറഞ്ഞു തരുന്നത് ക്ഷമയുടെ മാതൃകയിലൂടെയാണ്. തന്റെ സഹനത്തിനും മരണത്തിനും വഴിയൊരുക്കുന്നവരോടും തന്റെ നിലവിളിയിൽ ആർപ്പു വിളിക്കുന്നവരോടുമാണ് അവിടുന്ന് ക്ഷമിക്കുന്നത്. ദൈവത്തെക്കാൾ അധികാരത്തെ ശുശ്രൂഷിച്ച കയ്യാഫാസിന്റെ ക്രൂരതയും
അറിഞ്ഞ സത്യത്തെക്കാൾ അനുഭവിച്ച സ്ഥാനമാനങ്ങളെ ആദരിച്ച പീലാത്തോസിന്റെ കപടതയും കൂട്ടത്തിൽ നിന്ന് കുതികാല് വെട്ടുന്ന യൂദാസിന്റെ ഒറ്റിലും കഥയറിയാതെ പീഡിപ്പിച്ച് ആനന്ദിച്ച പടയാളികളുടെ സാഡിസത്തെയുമാണ് ഈശോ ക്ഷമിച്ചത്. സഹനം പാഴായി പോകാതിരിക്കാനുള്ള അത്ഭുത മന്ത്രമായിട്ടാണ് ഈശോ കുരിശിൽ ക്ഷമ എന്ന യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുന്നത്. തന്നോട് അവിശ്വസ്തതയിലൂടെ വഞ്ചന കാട്ടിയ ജീവിത പങ്കാളിയോട് കലഹിച്ച് പ്രസ്തുത സഹനത്തിലൂടെ കുടുംബം തകർക്കുന്നവരുണ്ട്. എന്നാൽ നിരുപാധികമായ ക്ഷമയിലൂടെ കുടുംബത്തെ വീണ്ടും രക്ഷിക്കുന്ന ധീരരായ ദമ്പതികളുണ്ട്. ക്ഷമിക്കാത്തവന്റെ സഹനത്തിന് അർത്ഥവുമില്ല, അവസാനവുമില്ല. കാൽവരിയോളം സഹിച്ചിട്ടും നമ്മുടെ സഹനങ്ങളൊന്നും രക്ഷാകരമാകുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിൽ ക്ഷമയുടെ അഭാവമുണ്ടാകാം. തങ്ങൾക്കിഷ്ടമില്ലാത്ത വിവാഹം നടത്തിയ മക്കളോട് കലഹിച്ച് ജീവിതകാലം മുഴുവൻ ക്ഷമിക്കാതിരിക്കുന്ന മാതാപിതാക്കൾ സഹനത്തെ പാഴാക്കുന്നവരാണ്. അതിർത്തി തർക്കത്തിൽ അരുതാത്തത് പറഞ്ഞ അയൽക്കാരനോട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പകയോടെ പെരുമാറുന്നവർ ക്ഷമയുടെ രക്ഷാകരമാനം കാണാത്തവരാണ്. എല്ലാം പൂർത്തിയാകുന്നത് സ്നേഹപൂർണമായ ക്ഷമയിലാണെന്ന സത്യം തിരിച്ചറിയുന്നവനെ ക്രിസ്തീയതയുടെ അർത്ഥം മനസ്സിലാകും. യേശുവിന്റെ രക്തത്തിനായി ചെന്നായ്ക്കളുടെ ശൗര്യത്തോടെ മുറവിളി കൂട്ടിയവർക്ക് മുന്നിൽ യേശുവിനെ അവതരിപ്പിച്ചുകൊണ്ട് പീലാത്തോസ് പറഞ്ഞ വാക്യമാണ് ഇതാ മനുഷ്യൻ. ചമ്മട്ടിയടിയേറ്റ് തകർന്ന് ചോര വാർന്ന ശരീരവുമായി മുൾമുടി അണിഞ്ഞ ഈശോയെ ചൂണ്ടിയാണ് പീലാത്തോസ് ഈ പ്രസ്താവന നടത്തുന്നത്. ആദാമിന്റെ പാപം മൂലം മനുഷ്യകുലത്തിന് സംഭവിച്ച വൈകല്യം പരിഹരിച്ച് യഥാർത്ഥ മനുഷ്യത്വം ജീവിച്ചവൻ എന്ന അർത്ഥത്തിൽ ഈ പ്രസ്താവനയെ മനസ്സിലാക്കാൻ സാധിക്കണം. പീലാത്തോസിന്റെ പ്രസ്താവനയ്ക്ക് കൂടുതൽ ആഴമേറിയ അർത്ഥതലങ്ങളുണ്ട്. സഹിക്കുന്ന ഓരോ മനുഷ്യനെയും ചൂണ്ടി ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന തിരുവചനം തന്നെയാണ് പീലാത്തോസിന്റെ അധരങ്ങളിലൂടെ പുറത്തു വരുന്നത്. സഹനത്താൽ വേദനിക്കുന്ന ഓരോ മനുഷ്യനും ക്രിസ്തുവിന്റെ മുഖമാണുള്ളത്. ദാരിദ്ര്യം കൊണ്ട് തളർന്നവർക്കും കടബാധ്യത കൊണ്ട് മനസ്സ് തകർന്നവർക്കും തെറ്റിദ്ധാരണയിൽ അപമാനിക്കപ്പെടുന്നവർക്കും ക്രിസ്തുവിന്റെ മുഖമാണുള്ളത്. അടിയേറ്റും അപമാനമേറ്റും വിശന്നു ദാഹിച്ചു തളർന്നു ക്രിസ്തുവിനെ നോക്കി പീലാത്തോസിലൂടെ ദൈവം പറഞ്ഞത് ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യത്വത്തിന്റെ രൂപത്തെക്കുറിച്ചാണ്. IS ഭീകരരുടെ കത്തിക്ക് മുന്നിൽ പിടയുന്ന ക്രിസ്ത്യാനികളെയും അഭയാർത്ഥികളായി കടലിൽ മുങ്ങി മരിക്കുന്നവരെയും അന്യായമായി ബന്ദികളാക്കപ്പെട്ട മിഷണറിമാരെയും ചൂണ്ടി ദൈവം പറയുന്നത് ഇതേ സത്യമാണ്. ഇതാ ആ മനുഷ്യൻ. ദൈവത്തിന്റെ രക്ഷാപദ്ധതി നിറവേറ്റാൻ ദൈവഹിതത്തോട് ചേർന്ന് സഹകരിക്കുന്നവരാണ് മനുഷ്യത്വത്തിന്റെ മഹത്വം. സമ്പത്തും അധികാരവും ജനപിന്തുണയും കയ്യടിയുമല്ല, സഹനമാണ് മനുഷ്യത്വത്തിന്റെ ഉദാത്ത ഭാവങ്ങളെ വെളിപ്പെടുത്തുന്നത്. സഹനത്തെ നേരിടുമ്പോഴാണ് മനുഷ്യത്വത്തിന്റെ തനിമ വെളിപ്പെടുന്നത്. സഹനമില്ലാതെ മക്കളെ വളർത്താൻ പരിശ്രമിച്ച മാതാപിതാക്കൾക്കൊക്കെ മക്കളുടെ സ്വഭാവമോർത്ത് കരയേണ്ടി വരാറുണ്ട്. കാരണം സഹനമില്ലാതെ മനുഷ്യത്വത്തിന്റെ മഹത്വം രൂപപ്പെടുന്നില്ല. അപരന്റെ സഹനത്തിൽ പീലാത്തോസിനെ പോലെ കൈകഴുകി തടിയൂരുന്നവർ മനുഷ്യത്വത്തിന് അപമാനമാണ്. കൈ കഴുകുന്നവരല്ല, ക്രിസ്തുവിനെ പോലെ അവരുടെ കാല് കഴുകുന്നവർക്ക് മാത്രമേ സഹനത്തിന് പരിഹാരമാകാൻ കഴിയൂ. ഈ ഭൂമിയിൽ ആരുടെയെങ്കിലുമൊക്കെ അതിരുവിട്ട ദ്രവ്യാഗ്രഹമോ മതഭ്രാന്തമോ അധികാര പ്രമത്തതയോ അഹങ്കാരമോ അസൂയയോ ഒക്കെയാണ് മനുഷ്യരുടെ സഹനത്തിന് കാരണമാകുന്നത്. എന്നാൽ പ്രസ്തുത തിന്മയിലൂടെ ഉളവാകുന്ന സഹനത്തെയും രക്ഷാകരമാക്കി മാറ്റുന്ന ദൈവപ്രവൃത്തിയെയാണ് ഈശോ വെളിപ്പെടുത്തുന്നത്. സഹിക്കുന്നവർക്കെല്ലാം അഭിഷിക്തൻ എന്നാണ് പേര്, അതായത് ക്രിസ്തു. കണ്ണീരും രക്തവും കൊണ്ടുള്ള അഭിഷേകമാണിത്. എല്ലാ മുറിവുകളും തിരുമുറിവുകളാകും. ചിന്തപ്പെടുന്ന ഓരോ തുള്ളി ചോരയും തിരുരക്തമാകും. ഓരോ സഹനവും വിശുദ്ധ കുരിശാകും. യേശു സഹിച്ച മറ്റു മുറിവുകളെ നിശബ്ദം സഹിച്ചപ്പോഴും യൂദാസ് നൽകിയ മുറിവിന് മുന്നിൽ ഈശോ പ്രതികരിച്ചു. സ്നേഹിത, ചുംബനം കൊണ്ടാണോ മനുഷ്യപുത്രനെ ഒറ്റുന്നത്? ഇന്നും സഭയ്ക്ക് വെളിയിലുള്ളവരല്ല, സഭയുടെ മക്കൾ തന്നെയാണ് ഈശോയെ ഏറ്റവും മുറിപ്പെടുത്തുന്നത്. യൂദാസിന് ക്രിസ്തുവിന്റെ ദൈവരാജ്യത്തെക്കാൾ ഇഷ്ടം സ്വന്തം രാജ്യത്തെയായിരുന്നു. ക്രിസ്തു നൽകുന്ന സംരക്ഷണത്തെക്കാൾ തന്റെ അരയിലെ കത്തിയിൽ സുരക്ഷ കണ്ടവനായിരുന്നു യൂദാസ്. യൂദാസ് എന്ന ശിഷ്യന് സ്കറിയോത്ത എന്ന അപരനാമമുണ്ടായിരുന്നു. കത്തി ധരിക്കുന്നവൻ എന്നാണ് അതിനർത്ഥം. പണസഞ്ചിയിൽ നിന്ന് പിടിവിടാതിരുന്ന ആ ശിഷ്യൻ പണസഞ്ചി മൂലമാണ് യേശുവിനെ ഒറ്റുന്നത്. ദ്രവ്യാഗ്രഹമാണ് എല്ലാ തിന്മയുടെ മൂലകാരണം എന്ന തിരുവചനം വലിയൊരു ആത്മീയ സത്യമാണ്. പണസഞ്ചിയിൽ നിന്ന് പിടി അയക്കാത്തവർക്ക് ഈശോയെ ഒറ്റിക്കൊടുക്കാതെ മുന്നോട്ട് പോകാനാവില്ല. ദുഃഖവെള്ളി ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും ചില പ്രധാന കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കട്ടെ. കുരിശിലൂടെ ഈശോ നേടിത്തന്ന രക്ഷ ലോകാവസാനത്തോളം സംലഭ്യമാക്കാൻ അവിടുന്ന് കൂദാശകൾ സ്ഥാപിച്ചു എന്നതാണ്. 7 കൂദാശകൾക്കും ദുഃഖവെള്ളിയിലെ പീഡാനുഭവങ്ങളോട് ബന്ധമുണ്ട്. മാമോദീസ, പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഒഴുകിയ ജീവജലം മാമോദീസായെ സൂചിപ്പിക്കുന്നു. യോഹന്നാൻ 19:36. ഈശോയുടെ മരണോദ്ധാനങ്ങളിലുള്ള പങ്കാളിത്തമാണ് മാമോദീസ. 2 സ്ഥൈര്യലേപനം. മരണസമയത്ത് ഈശോ തല ചായ്ച്ച് യോഹന്നാനും മറിയത്തിനും ആത്മാവിന് നൽകുന്നുണ്ട്. യോഹന്നാൻ 19:30. അത് സ്ഥൈര്യലേപനമായി വ്യാഖ്യാനിക്കപ്പെടുന്നു.
3. കുമ്പസാരം. പത്രോസിന്റെ കണ്ണീരും മാനസാന്തരവും കുമ്പസാരം എന്ന കൂദാശയെ സൂചിപ്പിക്കുന്നു. 4. വിശുദ്ധ കുർബാന. കുരിശിലെ ഈശോയുടെ ബലി മുഴുവനായും വിശുദ്ധ കുർബാനയാണ്. തകർക്കപ്പെട്ട ശരീരവും ചിന്തപ്പെട്ട രക്തവും ദിവ്യകാരുണ്യ അടയാളങ്ങളാണ്. 5. രോഗീലേപനം. നല്ല കള്ളന്റെ അനുതാപവും ഏറ്റുപറച്ചിലും പറുദീസ വാഗ്ദാനവും രോഗീലേപനം എന്ന കൂദാശയെ സൂചിപ്പിക്കുന്നു. ലൂക്ക 23:41-43 തിരുവചനങ്ങൾ. 6. തിരുപ്പട്ടം. ബലിയും ബലിവസ്തുവും ബലി അർപ്പകനുമായ ക്രൂശിതൻ നിത്യപുരോഹിതനായ ദിവസമാണ് ദുഃഖവെള്ളി. 7. വിവാഹം. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്നീ വചനങ്ങളിലൂടെ വിശ്വാസികളുടെ പുതിയ കുടുംബത്തിന് ക്രിസ്തു രൂപം കൊടുക്കുകയായിരുന്നു. ചുരുക്കത്തിൽ ദുഃഖവെള്ളി ആഴ്ച എന്നത് സഭയിലെ കൂദാശ ദിനമാണ്. ഗത്സമനിയുടെ ഒറ്റപ്പെടലിലാണ് പീഡാനുഭവ ചരിത്രം ആരംഭിക്കുന്നത്. യഥാർത്ഥ സഹനം ഒറ്റപ്പെടലും ഒറ്റപ്പെടുത്തുന്ന അനുഭവമാണ്. വിയർപ്പിനെ ചോരത്തുള്ളികളാക്കാൻ മാത്രം തീവ്രമാണ് ആ ദുഃഖം. എന്നാൽ ഒറ്റപ്പെടലിലാണ് ക്രിസ്തു ഞാനാകുന്നു എന്ന ദൈവിക വെളിപ്പെടുത്തൽ നടത്തുന്നത്. സഹനത്തിന്റെ പൂർണ്ണതയിലാണ് ഒരു വ്യക്തിയിലെ ദൈവികത പൂർണ്ണമായും വെളിപ്പെടുന്നത്. ദൈവത്തിനു മുമ്പിൽ നീതീകരിക്കപ്പെട്ടവരെ വിചാരണ ചെയ്യുന്നവരെല്ലാം സ്വയം വിഡ്ഢികളാകുന്ന കഥയാണ് പീഡാനുഭവ ചരിത്രം വെളിപ്പെടുത്തുന്നത്. അന്നാസും കയ്യാഫാസും പീലാത്തോസും ഹെറോദോസും ഒക്കെ തങ്ങളുടെ വിചാരണയും വിധിയും വഴി സ്വയം സുന്ദര വിഡ്ഢികളായി മാറുന്ന കാഴ്ചയാണ്. ശത്രുക്കളുടെ ശക്തിയല്ല, സ്വന്തം മനസാക്ഷിയുടെ പരിശുദ്ധിയെയാണ് വിചാരണകളിൽ വിലയിരുത്തുന്നത്. എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്നെ സുവിശേഷം പ്രഘോഷിക്കാൻ നിർബന്ധിക്കുന്നു. 2 കൊറിന്തോസ് 5:14 എന്ന അപ്പസ്തോല വചനം ഏറെ പ്രസക്തമാണ്. ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള അടങ്ങാത്ത അഭിവാഞ്ചയാണ് ദുഃഖവെള്ളിയിൽ നിന്നും നാം ആർജിക്കേണ്ടത്. ക്രൂശിതന്റെ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ മനസ്സിൽ നിറയുന്ന ആശ്വാസവും ദൈവസ്നേഹവും അനിർവചനീയമാണ്. ക്രൂശിത രൂപത്തോളം ജനഹൃദയങ്ങളെ തൊട്ട മറ്റൊരു ദൈവചിത്രമില്ല. മനുഷ്യന്റെ സഹനത്തിന്റെ തീവ്രതമമായ നിമിഷങ്ങളെ ക്രിസ്തു നമുക്ക് മുമ്പേ അനുഭവിച്ചതും അതിജീവിച്ചതുമാണ് എന്ന ചിന്തയാണ് ദുഃഖവെള്ളിയെ അനശ്വരമാക്കുന്നത്. ദൈവപുത്രൻ അറിയാത്തതോ അനുഭവിക്കാത്തതോ അതിജീവിക്കാത്തതോ ആയ ഒരു സഹനവും ശേഷിക്കുന്നില്ല എന്നതിനാൽ സഹനത്തിന്റെ വഴിയിൽ പതറാതെ മുന്നേറാൻ ദുഃഖവെള്ളി പകരുന്ന ഊർജം അതുല്യമാണ്. യേശുവിന്റെ പീഠാനുഭവ ചരിത്രം ധ്യാനിക്കുവാൻ ദുഃഖവെള്ളി നീക്കിവെക്കപ്പെട്ടിരിക്കുന്നു. പീഠാനുഭവ വിവരണം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദൈവഹിതം നിറവേറ്റുന്ന യേശുവിന്റെ ചിത്രം വരച്ചുകൊണ്ടാണ്. ഗത്സമനിയിൽ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുന്ന പീഠാനുഭവ വിവരണം ദൈവഹിതാവെ അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. ദൈവഹിതാനുസൃതമുള്ള സഹനത്തിന്റെ 3 പ്രത്യേകതകൾ നമുക്കിതിൽ നിന്ന് കാണാം. ദൈവഹിതം മനസ്സിലാക്കി സഹിക്കുന്നവർക്ക് സഹനം ഒരു പ്രാർത്ഥനയാണ്. പീഠാനുഭവ വിവരണത്തിൽ യേശു ആദ്യന്തം പ്രാർത്ഥന നിരതനായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ സത്യം. ദൈവഹിതാനുസൃതം സഹിക്കുന്നവൻ സ്വയം നീതീകരിക്കാനോ ന്യായീകരിക്കാനോ വ്യഗ്രതപ്പെടുന്നില്ല. തന്നെ നീതീകരിക്കുന്നത് ദൈവമാണെന്ന ഉത്തമ ബോധ്യമുള്ളതിനാൽ പീഠാനുഭവ വിവരണത്തിൽ യേശുവിന്റെ മൗനങ്ങൾ അർത്ഥപൂർണങ്ങളാണ്. ദൈവഹിതം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സഹനത്തിന് ഉത്തരവാദികളായി ആരെയും കണ്ടെത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. തന്നെ വധിക്കാൻ കരുനീക്കുന്ന പുരോഹിത നേതൃത്വത്തോടോ പീഡിപ്പിക്കുന്ന പടയാളികളോടോ അന്യായമായി വിധിച്ച ഭരണകർത്താക്കളോടോ യേശു കലഹിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യുന്നില്ല. അവരുടെ അജ്ഞതയ്ക്ക് മാപ്പ് കൊടുത്ത് പ്രാർത്ഥിക്കുന്ന യേശു കാൽവരിയുടെ ജ്വലിക്കുന്ന സാക്ഷ്യമാണ്. പീലാത്തോസും കയ്യാഫാസും ഒരുക്കിയ കെണിയിൽ വീണ നിസ്സഹായനായ ഇര ആയിരുന്നില്ല യേശു. തനിക്ക് സംഭവിക്കാനിരിക്കുന്നവ അവയുടെ സൂക്ഷ്മതയിൽ അറിയുകയും അവയുടെ ഗതിയെ നിർണയിക്കുകയും ചെയ്യുന്നത് യേശുവാണ്. ദൈവഹിതം മനസ്സിലാക്കി സഹിക്കുന്നവൻ സഹനത്തിന്റെ ഇരയോ അടിമയോ അല്ല, മറിച്ച് സഹനത്തിന്റെ നിയന്താവായി മാറുന്നു. ഗത്സമനിയിൽ യേശുവിനെ ബന്ധിക്കാൻ വന്നവർ അവന്റെ മുന്നിൽ സാഷ്ടാംഗം വീഴുന്നതും മാൽക്കൂസിന്റെ മുറിഞ്ഞുപോയ ചെവി സുഖപ്പെടുത്തുന്നതും ശിഷ്യന്മാരെല്ലാം സ്വതന്ത്രരായി പൊയ്ക്കൊള്ളട്ടെ എന്ന് കൽപ്പിക്കുന്നതും യേശുവാണ്. ദൈവപുത്രനെ വിചാരണ ചെയ്ത പ്രധാന ആചാര്യന്മാരും പീലാത്തോസും അക്ഷരാർത്ഥത്തിൽ അവന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു. വിധിയാളന്മാർ വിചാരണ ചെയ്യപ്പെടുന്ന വൈരുദ്ധ്യമാണ് ഇവിടെ ദൃശ്യമാകുന്നത്. എല്ലാം പൂർത്തിയായി എന്ന യേശുവിന്റെ പ്രഖ്യാപനത്തോടെയാണ് പീഠാനുഭവം അവസാനിക്കുന്നത്. ദൈവഹിതത്തിന് വിരുദ്ധമായി സ്വന്തം ഹിതം നിറവേറ്റാൻ ആദ്യ മാതാപിതാക്കൾ നടത്തിയ ശ്രമമാണ് മനുഷ്യകുലത്തിന്റെ പതനത്തിന് കാരണമായത്. മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിനായുള്ള പരിഹാര ബലിയുടെ മർമ്മം ദൈവഹിതത്തോടുള്ള മനുഷ്യപുത്രന്റെ സമ്പൂർണ്ണ വിധേയത്വമായിരിക്കണമെന്ന് യേശുവിന് വ്യക്തമായി അറിയാമായിരുന്നു. പാപങ്ങൾക്ക് പരിഹാരമായി പാപമില്ലാത്തവനായ ദൈവപുത്രൻ കുരിശിൽ മരിച്ചു എന്ന സത്യം. നമ്മുടെ പാപത്തിന്റെ ഭയാനകത അറിയാൻ പീഡാനുഭവ ധ്യാനം അനിവാര്യമാണ്. കുരിശുമരണത്തിന്റെ പീഠാനുഭവ വിവരണത്തിലുടനീളം നിഴൽ വീഴ്ത്തുന്നുണ്ട്. പീഡാനുഭവ വിവരണം തുടങ്ങുന്ന ഗത്സമനിയും കെദ്രോൺ അരുവിയും പാപപരിഹാര ബലിയെ ഓർമ്മിപ്പിക്കുന്നതാണ്. ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന മൃഗങ്ങളുടെ രക്തമൊഴുകുന്ന അരുവിയാണ് കെദ്രോൺ. പെസഹക്കാലത്ത് 2 ലക്ഷത്തിലധികം മൃഗങ്ങൾ ബലിയർപ്പിക്കപ്പെടുന്നതിനാൽ കെദ്രോൺ തോട് അക്ഷരാർത്ഥത്തിൽ ചോരപ്പുഴയായിട്ടാണ് ഒഴുകിയിരുന്നത് എന്ന് ചരിത്രകാരനായ ജോസഫുസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ ചോരപ്പുഴ കടന്നുപോകുന്ന യേശുവിനറിയാം ഈ മൃഗരക്തങ്ങൾക്ക് പകരമായുള്ള ശാശ്വതമായ
പാപപരിഹാര ബലി താൻ ആണ് അർപ്പിക്കേണ്ടതെന്ന്. പെസഹ കുഞ്ഞാടുകളുടെ രക്തമൊഴുകുന്ന കെദ്രോൻ തോട് കടന്ന് യഥാർത്ഥ പെസഹ കുഞ്ഞാട് പ്രവേശിക്കുന്നത് ഗത്സമനിയിലേക്കാണ്. ഗത്സമനി എന്ന വാക്കിന് മുന്തിരിച്ചക്ക് എന്നാണ് അർത്ഥം. മുന്തിരിപ്പഴം ഞെരിച്ച് അവസാനത്തുള്ളി നീര് മൂറ്റിയെടുക്കുന്ന മുന്തിരിച്ചക്ക് പീഠാനുഭവത്തിന്റെ ഭൂമികയ്ക്ക് ചേർന്ന പ്രതീകമാണ്. പാപപരിഹാരത്തിന്റെ മൃഗബലിയിലൂടെ രക്തപ്പുഴകൾ തിരുരക്തത്തിന്റെ പ്രതീകമായ മുന്തിരിച്ചാറിന് വഴിമാറുന്ന ദിവ്യബലിയുടെ വിദൂര സാദൃശ്യം നാം കാണുന്നു. അന്ത്യത്താഴത്തിൽ മുന്തിരിച്ചാറിനെ രക്തമാക്കി മാറ്റിയവൻ സ്വയം മുന്തിരിച്ചക്കിലേക്ക് ഗത്സമനിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ സാങ്കത്യം ആണ് നമ്മുടെ പാപപരിഹാരം. പാപാവസ്ഥയിൽ ആണ്ടുപോയ മനുഷ്യപ്രകൃതിയുടെ യഥാർത്ഥ ദയനീയതയാണ് യേശുവിനേറ്റ അപമാനങ്ങൾ, മുഖത്ത് തുപ്പൽ, പരസ്യമായ നഗ്നമാക്കൽ, കരണത്തടി, ചമ്മട്ടിയടി, നിരന്തരമായ പരിഹാസങ്ങൾ തുടങ്ങിയ ഹീനമായ അപമാനങ്ങളും കുരിശിലെ ദാരുണമായ മരണവും പാപാവസ്ഥയിലായ ഏതൊരു മനുഷ്യന്റെയും സ്വാഭാവികമായ വിധിയാണ്. ജീവിതകാലത്തോ മരണത്തിനു ശേഷമോ നമ്മെ കാത്തിരുന്ന ഈ ദയനീയതയാണ് യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി നമ്മെ വിമോചിപ്പിച്ചത്. പാപം മൂലം ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നുപോയ മനുഷ്യകുലത്തിന്റെ ദയനീയതയാണ് ഏലി ഏലി ലമാ സബക്താനി എന്ന നിലവിളിയിലൂടെ യേശു പ്രകടമാക്കുന്നത്. ദൈവപുത്രനായ തന്നെ ദൈവം ഉപേക്ഷിച്ചോ എന്ന യേശുവിന്റെ അങ്കലാപ്പല്ല ഇവിടെ ദൃശ്യമാകുന്നത്. മറിച്ച് ദൈവത്തിൽ നിന്ന് അകന്നൊറ്റപ്പെട്ടു പോയ മനുഷ്യകുലത്തോടുള്ള അവിടുത്തെ താതാത്മീകരണമാണ് ഇവിടെ സ്പഷ്ടമാകുന്നത്. ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന ചിന്തയാണ് പാപത്തിന്റെ ഏറ്റവും സങ്കടകരമായ ദയനീയത. പാപം മൂലം പിശാചിന്റെ അടിമകളായി തീർന്നവർക്ക് യേശു നൽകുന്ന വിമോചനത്തെ നാടകീയമായി ചിത്രീകരിക്കാനാണ് സുവിശേഷകൻ ബറാബാസിന്റെ കഥ പ്രയോജനപ്പെടുത്തുന്നത്. കലാപത്തിനും കൊലപാതകത്തിനുമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബറാബാസ് അന്റോണിയോ കോട്ടയുടെ തടവറയിൽ മരണം കാത്തു കഴിയുന്നുണ്ടായിരുന്നു. ബറാബാസ് അന്റോണിയോ തന്റെ വധശിക്ഷ നടപ്പിലാക്കേണ്ട ദിനത്തിന് തലേരാത്രി അവൻ ഉറക്കമില്ലാതെ തടവറയിൽ അസ്വസ്ഥനായി കഴിഞ്ഞു. പ്രഭാതത്തിൽ ജനക്കൂട്ടത്തിന്റെ ആരവം അവൻ കേട്ടു. യേശുവിനെ വിചാരണ ചെയ്ത പ്രത്തോറിയത്തിൽ നിന്നും കേവലം 200 മീറ്റർ മാത്രം അകലെയായിരുന്നു ബറാബാസിന്റെ തടവറ. ജനക്കൂട്ടം തന്റെ പേര് വിളിച്ച് മുറവിളി കൂട്ടുന്നത് കേട്ട ബറാബാസ് അമ്പരന്നു. ആരെയാണ് വിട്ടയക്കേണ്ടതെന്ന ചോദ്യത്തിനുത്തരമായി ബറാബാസ് ബറാബാസ് എന്ന് ജനം ആർത്തു വിളിക്കുന്നതാണ് അവൻ കേൾക്കുന്നത്. യേശുവിനെ എന്തു ചെയ്യണമെന്ന പിലാത്തോസിന്റെ ചോദ്യം അവന് വ്യക്തമല്ല. എന്നാൽ ജനമെന്നാകെ അവനെ ക്രൂശിക്കുക എന്ന് ആർത്തലയ്ക്കുന്നത് അവന് വ്യക്തമായി കേൾക്കാമായിരുന്നു. തന്റെ രക്തത്തിനായി ജനം മുറവിളി കൂട്ടുന്നതിനായി അവൻ മനസ്സിലാക്കി. പെട്ടെന്ന് അവന്റെ തടവറ തുറക്കപ്പെട്ടു. മരണത്തിന്റെ തണുത്ത ഗന്ധം അവൻ അടുത്തറിഞ്ഞു. പക്ഷെ തടവറ തുറന്ന പടയാളി വിളിച്ചു പറഞ്ഞു, നിനക്ക് പകരം യേശു മരിക്കുന്നതിനാൽ നിനക്ക് സ്വതന്ത്രനായി പോകാം. ബറാബാസ് കേട്ട ഈ വാക്യമാണ് യേശുവിന്റെ മരണത്തിലൂടെ മനുഷ്യകുലം മുഴുവൻ കേട്ടത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നതാണ് ദുഃഖവെള്ളിയുടെ ഏറ്റവും വലിയ രക്ഷാകരമാനം. നിനക്ക് പകരം യേശു മരിക്കുന്നതിനാൽ നിനക്ക് സ്വതന്ത്രനായി പോകാം. ഈ കേൾവി നമ്മൾ ജീവിതത്തിൽ എന്നും പ്രാവർത്തികമാക്കണം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കീർണതയായ സഹനത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തുന്ന യേശുവിനെയാണ് കുരിശിൽ കണ്ടുമുട്ടുന്നത്. ശിഷ്യരുടെ ഗത്സമനിയിലെ ഉറക്കവും ഒറ്റപ്പെടുത്തലും പലായനവുമായിരുന്നു യേശു അനുഭവിച്ച ഒന്നാം തിരുമുറിവ്. സഹനത്തിന്റെ അസഹ്യത അത് ഉളവാക്കുന്ന ഒറ്റപ്പെടുത്തലാണ്. മരണം ഏറ്റവും ദുസ്സഹമാകുന്നത് കുഴിമാടത്തിന്റെ ഒറ്റപ്പെടുത്തലല്ലേ. സഹനത്തിന്റെ തീച്ചൂള ഒറ്റയ്ക്ക് പ്രവേശിക്കാനുള്ള സത്യമാണെന്ന് യേശുവിന്റെ മാതൃക പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാഠമാണ്. പത്രോസിന്റെ ഗുരുനിഷേധവും ചുംബനം കൊണ്ടുള്ള യൂദാസിന്റെ ഒറ്റലും മുറിവുകളിൽ മുളകു തേക്കുന്ന അനുഭവങ്ങളായിരുന്നു. യേശുവിന്റെ രണ്ടാം തിരുമുറിവ് ചമ്മട്ടിയടിയുടേതാണ്. കുരിശിലേറ്റുന്നവന്റെ ശരീരം തളർത്താനും പുറം തകർക്കാനുമാണ് ചമ്മട്ടിയടി നൽകിയിരുന്നത്. കുരിശിലേറ്റപ്പെട്ട വ്യക്തി പുറം കൊണ്ട് കുരിശിൽ ബലം കൊടുത്ത് ശരീരം ഉയർത്തിയാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. ഇപ്രകാരം പുറം കുരിശിൽ അമർത്തി ശ്വസിക്കാതിരിക്കാൻ പുറം ചമ്മട്ടി കൊണ്ട് അടിച്ചു തകർത്തിരുന്നു. ചൂണ്ടയും മുള്ളാണികളും എല്ലിൻ കഷ്ണങ്ങളും കോർത്ത ചമ്മട്ടികൾ ഒറ്റത്തവണത്തെ അടിയിൽ തന്നെ 300-ൽ പരം മുറിവുകൾ ഏൽപ്പിക്കുമായിരുന്നു. ഇപ്രകാരം 40 തവണ പ്രഹരിക്കപ്പെട്ട യേശുവിന്റെ സഹനം അചിന്ത്യമാണ്. ചമ്മട്ടി അടിക്കുമ്പോൾ കുറ്റവാളി തന്റെ കുറ്റം ഓരോന്നായി വിളിച്ചു പറയണം. ഇപ്രകാരം പറഞ്ഞില്ലെങ്കിലും അടിയുടെ കാഠിന്യം കൂടും. ചമ്മട്ടി അടിക്കുന്ന പടയാളിയുടെ കഴിവുകേടായി കുറ്റവാളിയുടെ നിശബ്ദത വ്യാഖ്യാനിക്കപ്പെടും എന്നതിനാൽ നിശബ്ദരായ കുറ്റവാളികളെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. നിശബ്ദമായി സഹിക്കുന്ന യേശു തീർച്ചയായും അതിക്രൂരമായ ചമ്മട്ടിയടിക്ക് വിധേയനായിട്ടുണ്ട്. സഹിക്കും തോറും കിരാതഭാവം ആർജിക്കുന്ന സഹനങ്ങൾ മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ്. ശത്രുവിന്റെ ക്രൂരതയ്ക്ക് മുന്നിലും മനസ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കത്തക്ക വിധം ഈ തിരുമുറിവിന്റെ ധ്യാനം രക്ഷ പ്രദാനം ചെയ്യും. ഈശോയുടെ മൂന്നാമത്തെ തിരുമുറിവ് പടയാളികളുടെ പരിഹാസമാണ്. വിറകുമുട്ടി സിംഹാസനമാക്കി, മുൾക്കിരീടം കിരീടമാക്കി, പരസ്യമായി നഗ്നനാക്കി, ചുവന്ന മേലങ്കി അണിയിച്ച് നടത്തുന്ന പരിഹാസം ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തളർത്തുന്നതായിരുന്നു. കരണത്തടിച്ച് മുഖത്തു തുപ്പി അവന്റെ വ്യക്തിത്വത്തെ ശിഥിലമാക്കാനാണ് പടയാളികൾ ശ്രമിച്ചത്. അവന്റെ മുന്നിൽ പ്രണമിച്ചും സ്വസ്തി പറഞ്ഞു പടയാളികൾ വ്യാജമായി അവനെ ആരാധിച്ചു, പരിഹസിച്ചു. ദൈവത്തോടുള്ള ഏറ്റവും അപമാനകരമായ പരിഹാസം അവിടുത്തെ വ്യാജമായി ആരാധിക്കുന്നതാണ് എന്ന സത്യമാണ് ഈ തിരുമുറിവ് നമ്മോട് പറയുന്നത്. ദൈവാരാധകരായ നമ്മുടെ ഉദാസീനവും അലക്ഷ്യവുമായ പല ആരാധനാ കർമ്മങ്ങളും അവിടത്തേക്ക് അപമാനകരമാകുന്നുണ്ട് എന്നുള്ളത് ഓർക്കുമല്ലോ. പടയാളികളെ പോലെ
സംഘാതമായി ചെയ്യുന്ന പല തിന്മകളുടെയും ഗൗരവം നാം അറിയുന്നില്ല. ഈശോയുടെ 4ാമത്തെ തിരുമുറിവ് അവിടുത്തെ തിരുശരീരത്തിൽ ആണിയടിക്കുന്നതാണ്. ഏകദേശം 40-50 കിലോ ഭാരമുള്ള ഒരു മരക്കഷ്ണം കുരിശിലേറ്റപ്പെടാൻ ചുമക്കണമെന്നതായിരുന്നു സമ്പ്രദായം. കുരിശിന്റെ നെടിയ തണ്ട് സ്ഥിരമായി നാട്ടി നിർത്തപ്പെടും. കുറുകെയുള്ള തണ്ടാണ് കുറ്റവാളി ചുമന്നുകൊണ്ടുവരേണ്ടത്. ഈ തണ്ടിൽ കൈത്തണ്ടകൾ ചേർത്ത് ഒരടിയിലധികം നീളമുള്ള വലിയ ഇരുമ്പാണികൾ അടിച്ചിറക്കിയാണ് കുരിശിൽ തറച്ചിരുന്നത്. കൈത്തണ്ടയിലെ അസ്ഥികൾ തകർത്തു കയറുന്ന ഈ ആണികളിൽ ശരീരഭാരം താങ്ങിയാൽ മാത്രമേ ക്രൂശിതന് ശ്വാസം കഴിക്കാനാകൂ. നന്മ ചെയ്യുന്ന കരങ്ങളെ ബന്ധിക്കാനും നിശ്ചലമാക്കാനും ലോകത്തിനുള്ള നിതാന്ത വ്യഗ്രതയാണ് ഈ തിരുമുറിവ് വ്യക്തമാകുന്നത്. ഈശോയുടെ 5ാമത്തെ തിരുമുറിവ് കുരിശിൽ അനുഭവിച്ച പീഡകളും തിരുവിലാവ് പിളർക്കപ്പെട്ടതുമാണ്. കിരാതരായ ഫിനീഷ്യക്കാർ കണ്ടുപിടിച്ച കുരിശുവധ ശിക്ഷാരീതി അടിമകൾക്ക് വേണ്ടി റോമാക്കാർ നടപ്പിലാക്കിയിരുന്നു. ഏറ്റവും കഠിനമായ വേദന, ഏറ്റവും കൂടുതൽ സമയം നൽകാൻ കഴിയുന്ന വധശിക്ഷാ രീതിയായിരുന്നു കുരിശിലേറ്റൽ. പ്രധാന പാതകളുടെ ഓരത്ത് മണിക്കൂറുകളും ദിവസങ്ങളും നീളുന്ന പീഡനങ്ങൾ അനുഭവിച്ച് ക്രൂശിതൻ മരണം കാത്ത് നിലവിളിച്ചുകൊണ്ട് കഴിയേണ്ടതുണ്ടായിരുന്നു. പക്ഷികളും ക്ഷുദ്രജീവികളും മുറിവുകൾ കുത്തിപ്പറിക്കുമ്പോൾ തടയാൻ വഴിയില്ലാതെ ക്രൂശിതർ നിസ്സഹായരായി നിലവിളിച്ചിരുന്നു. മരിക്കും മുമ്പേ കഴുകന്മാർ ക്രൂശിതരുടെ ശരീരം ഭക്ഷിച്ചിരുന്ന സംഭവങ്ങളെക്കുറിച്ച് ജോസഫൂസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പടയാളികളും ക്രൂശിതരെ പീഡിപ്പിച്ചിരുന്നു. കുരിശിൽ കിടക്കുന്നവർ പടയാളികൾക്കെതിര് പറഞ്ഞാൽ പടയാളികൾ ഗോവണി വെച്ച് കയറി ക്രൂശിതരുടെ നാവ് മുറിച്ച് കളയുമായിരുന്നത്രേ. കൂടാതെ ക്രൂശിതരുടെ കണങ്കാലുകൾ ഇഞ്ചപ്പരുവത്തിൽ ചതച്ച് തകർക്കുന്നതും പടയാളികളുടെ ക്രൂരതയുടെ ഭാഗമായിരുന്നു. യേശുവിന്റെ കുരിശാരോഹണം 3 മണിക്കൂർ നീണ്ടതായിരുന്നു. 3 വർഷം നീണ്ട പരസ്യജീവിതത്തിന് 3 മണിക്കൂർ നീണ്ട സഹന സമാപനം. 3 നാളുകൾക്കുള്ളിൽ ഉയർക്കാനുള്ളവന് 3 മണിക്കൂർ സഹനത്തിന്റെ അർത്ഥവും ലക്ഷ്യവും അറിയാമായിരുന്നു. പടയാളികളുടെ കുന്തം പിളർന്ന യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രക്തവും വെള്ളവും വിശുദ്ധ കുർബാനയെയും മാമോദിസായെയും പ്രതിനിധാനം ചെയ്യുന്നതായി സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ മുറിവുകളെയും രക്ഷയുടെ വാതായനങ്ങളാകുന്ന ക്രിസ്തുമാർഗം എത്രയോ അത്ഭുതാവഹമാണ്. ജീവിതത്തിന്റെ പരമമായ സാക്ഷ്യം മരണമാണ്. ഒരുവന്റെ ജീവിത മൂല്യങ്ങളുടെ ഉരകല്ല് മരണമാണ്. താൻ പഠിപ്പിച്ചവയുടെ ആധികാരികത മരണത്തിലൂടെ ഈശോ സാക്ഷാത്കരിക്കുകയായിരുന്നു. വ്യവസ്ഥയില്ലാത്ത ദൈവസ്നേഹത്തിന്റെ പുതുവസന്തമായിരുന്നു അവിടുത്തെ പ്രബോധനങ്ങൾ. കുരിശിലെ പരമമായ ക്ഷമ ഈ സത്യത്തിന്റെ സാക്ഷാത്കാരമാണ്. പീഡാനുഭവ വിവരണത്തിൽ വില്ലൻ കഥാപാത്രങ്ങൾ പലരുമുണ്ടെങ്കിലും മനസ്സിന് നീറ്റുന്ന വില്ലൻ യൂദാസാണ്. ഒപ്പം നിന്നവന്റെ ഒറ്റലിന് ഹൃദയഭേദന ശേഷിയുണ്ട്. എന്നാൽ യേശു അവനെ സ്നേഹം കൊണ്ട് ആശ്ലേഷിക്കുകയായിരുന്നു. സ്കറിയോത്തുകാരനായ യൂദ 12 അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിലെ ഏക യൂദയ നിവാസിയായിരുന്നു. ഗലീലിയക്കാരായ 11 പേരുടെ ഇടയിൽ താൻ ഒറ്റപ്പെട്ടവനാണെന്ന് ചിന്തയാകാം അവന്റെ അസ്വസ്ഥതയുടെ തുടക്കം. വിമോചകനും വിപ്ലവകാരിയുമായ രാഷ്ട്രീയ മിശിഹായെ പ്രതീക്ഷിച്ചിരുന്ന യൂദാസിന്റെ സ്വപ്നങ്ങൾക്ക് ചേർന്നവനായി യേശുവിനെ അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. യേശുവിന്റെ പക്ഷം വിജയിക്കാനിടയില്ല എന്ന അവന്റെ കണക്കുകൂട്ടലാകാം അവനെ ഒറ്റുകാരനാക്കിയത്. മുങ്ങുന്ന കപ്പലിൽ നിന്ന് എലികൾ കരയിലേക്ക് നീന്തുന്ന പോലെ അവൻ കയ്യാഫാസിന്റെ പക്ഷം പിടിച്ചതാകാം. വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായ്ക്ക് ചേർന്നുവെന്നും അവൻ യേശുവിൽ കണ്ടിട്ടുണ്ടാവില്ല. യൂദാസിന് മിശിഹായെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മിശിഹായ്ക്ക് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദുഃഖവെള്ളിയുടെ സത്യവും ഇത് തന്നെയാണ്. ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ദൈവത്തിനു കഴിയുന്നു എന്നതാണ് ദുഃഖവെള്ളിയുടെ സന്ദേശം. ദുഃഖവെള്ളിയിൽ നാം ഏറ്റവും പരമമായി ഓർക്കേണ്ട ഒരു സത്യം ദൈവം മനുഷ്യനിട്ട വില ദൈവപുത്രന്റെ ജീവന്റെ വിലയാണ് എന്നുള്ളതാണ്. തെറ്റായ കാഴ്ചപ്പാടുകളെ സ്വയം തിരുത്താനും ശത്രുത പുലർത്തുന്നവരെ മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ ക്ഷമയുടെ സംസ്കാരം നമ്മെ രൂപപ്പെടട്ടെ. അതിന് കുരിശു നമ്മെ സഹായിക്കട്ടെ. ഓരോ ക്ഷമയും ഒരുപാട് മുറിവുകൾ നമുക്ക് തരുന്നുണ്ടാകാം. ക്ഷമിക്കുന്നവൻ സ്വയം മുറിവേൽക്കാൻ തയ്യാറാകുമ്പോൾ ക്ഷമിക്കാത്തവൻ അപരനും മുറിവേൽപ്പിക്കാൻ വ്യഗ്രതപ്പെടുന്നു. അതെ, ദുഃഖവെള്ളിയുടെ സത്യം അതുതന്നെയാണ്. ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ദൈവത്തിന് കഴിയുന്നു എന്നതാണ് ദുഃഖവെള്ളിയുടെ സന്ദേശം. അതെ, ഈ നല്ല വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിൽ ക്രിസ്തുമതം ഉണ്ടാകുമായിരുന്നില്ല എന്നത് മാത്രമല്ല, നന്മയായതൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് സത്യം. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. ആമേൻ.